ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹണി ഗ്ലേസ്ഡ് ചിക്കനാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 4 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ബട്ടർ, ചെറുതായി കട്ട് ചെയ്തെടുത്ത ഒരു ഓണിയൻ, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഹോട്ട് പാപ്രിക്ക പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് സീസം സീഡ്സാണിത്, അതായത് വെളുത്തുള്ള. 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി മിക്സാണിത്. 1.5 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തേൻ. ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്ത 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഈ ഒരു റെസിപ്പിക്ക് ഇങ്ങനെ ബോൺലെസ് ചിക്കൻ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനൊരു ബൗൾ എടുക്കുക, അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക, ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഫ്ലോർ ചേർത്ത്, അതായത് ചെറിയ കട്ടകളൊക്കെ ഫ്ലോർ ചേർക്കുമ്പോൾ ഉണ്ടാകും, അതൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഹോട്ട് പാപ്രിക്ക പൗഡർ കൂടി യൂസ് ചെയ്യുക. ഹോട്ട് പാപ്രിക്ക പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും അതിനനുസരിച്ച് ബാറ്ററിന് ഒരു കളറും ഉണ്ടാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. സോസുകൾ ആഡ് ചെയ്യുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും, അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി മിക്സ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ബാറ്ററിൽ ഒന്ന് മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 മണിക്കൂറോളം നമ്മൾക്കിത് മാഗ്നേറ്റ് ചെയ്യണം. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ കൂടി അതിലിട്ട് നന്നായിട്ട് മുരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് 2 വശവും നല്ലോണം മുരിഞ്ഞ് നല്ല കളറൊക്കെ ആയിട്ട് തന്നെ എടുക്കണം. നമ്മുടെ ചിക്കൻ പീസുകൾ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ആക്കാം. നല്ല കളറും ആയിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത പാനാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന
ഇഞ്ചി വെളുത്തുള്ളി മിക്സ് കൂടെ ആഡ് ചെയ്യാം. ഈ ടൈമിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ ആഡ് ചെയ്ത് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന സോയാ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഇരിക്കുന്ന ബാക്കി കുരുമുളക് പൊടി എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. സോയാ സോസ് ചേർത്തുകൊണ്ട് അതിൽ ഉപ്പുണ്ടാവും, നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് സീസം സീഡ്സ് കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ റെഡിയായി. ഹണി ചേർത്തിട്ടില്ല, ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ഹണിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതിന് എരിവും കുറവാണ്, അതുപോലെ തന്നെ ഹണിയുടെ ടേസ്റ്റും ഉണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.